ഇത്രയ്ക്ക് പിടിവാദം പാടുമോ നമുക്ക്? അച്ഛനല്ലേ എന്തൊക്കെ പറഞ്ഞാലും പറഞ്ഞത്. എന്നിട്ട് ഒരു നെടുവീർപ്പോട് കൂടിയിട്ട് പറയുന്നുണ്ട്, ഉനക്ക് തെരിയുമാ ഉന്ന അപ്പ എന്നെ എவ்வளவு ചോദിച്ചിരിക്കാറ്, നിനക്കറിയോ നിൻ്റെ അച്ഛൻ എന്നെ എത്രമാത്രം പരീക്ഷിച്ചിട്ടുണ്ട്. അതൊരു സിനിമയുടെ രംഗത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ട് ആ അമ്മയുടെ ഹൃദയത്തിലേക്ക് കയറി എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, ആ അമ്മ കടന്നുപോയ പോലുള്ള പരീക്ഷണം ഈ ഭൂമിയിൽ ഒരു ജീവാത്മാവും കടന്നു പോയിട്ടില്ല എന്ന് മനസ്സിലാവും. മഹാദേവനൊരു സ്വഭാവമുണ്ട്. ഭഗവാൻ നന്നായി ഒരച്ചൊരച്ചൊരച്ച് നോക്കി ചോര പൊടിഞ്ഞ് ഒരവസ്ഥയാക്കിയിട്ട് എന്തെങ്കിലും തരുള്ളൂ. കാരണം അദ്ദേഹം അത് അങ്ങനെ നേടിയതാണ്. അദ്ദേഹം അതൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ കൈ നൊടിക്കുന്ന മാതിരി നൊടിച്ചുണ്ടാക്കിയതല്ല. അപ്പോൾ ആദ്യം ഈ സതിയുടെ ദേഹത്യാഗത്തിനൊക്കെ ശേഷം ഭഗവാൻ തപസ്സിന് പോയി. ഗംഗാവതരണം നടന്ന സ്ഥലത്ത് തന്നെയാണ് തപസ്സിന് പോയി. അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്താണ് പാർവതിയും കൂട്ടിയിട്ട്, അന്ന് ചെറിയ കുട്ടിയാണ്, 9 വയസ്സേ ഉള്ളൂ അമ്മയ്ക്ക്, മഹാദേവൻ്റെ അടുത്ത് വേണം. മഹാദേവന് വയസ്സത്രയുണ്ട്. ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, ഭഗവാനെയും അമ്മയും നേരിട്ട് കണ്ട ഭഗവാനൊരു 75 വയസ്സ് പ്രായം, അമ്മയ്ക്കൊരു 35 വയസ്സ് പ്രായം. ഇതാണ് സങ്കല്പം. ഭഗവാന്റെ പകുതി ഉയരാൻ വേണ്ടി അതൊരു വിശേഷ രൂപമാണ്. വിവാഹ സമയത്ത് മാത്രമാണ് ഭഗവാൻ 16 വയസ്സുള്ള സുന്ദരേശ്വര ഭാവം എടുക്കുന്നത്. ഒരു കയ്യിൽ കണ്ണാടി മറുകയിൽ ശൂലമൊക്കെ പിടിച്ചിട്ട് സുന്ദരനാണ്. കണ്ണാടി ഇടയ്ക്കിടയ്ക്ക് ചന്തം നോക്കാനാണ്, അങ്ങനെ നോക്കാനാ. അപ്പം ആ ഭഗവാനെ വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് മകളെ ആഗ്രഹം പറഞ്ഞപ്പോൾ ഹിമവാൻ അമ്മയും കൊണ്ട് ഭഗവാൻ തപസ് ചെയ്യണ സ്ഥലത്ത് ചെന്ന് സംസാരിക്കുമ്പോൾ ഭഗവാൻ പറയും, ഞാൻ ഒരു സർവസംഘ പരിത്യാഗിയായിട്ടുള്ളൊരു യോഗി, ഒരു സ്ത്രീയുടെ സാന്നിധ്യം ഒരു യോഗിക്ക് എന്നും അപകടമാണ്, അതുകൊണ്ട് ഇവിടെ കൊണ്ടുപോകൂ, ഇത് പ്രകൃതിയായിട്ടുള്ളൊരു സംഘം പാടില്ല ഒരു യോഗിക്ക് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അന്ന് ആ ചെറിയ കുട്ടിയായിട്ടുള്ള അമ്മ ഭഗവാന്റെ അടുത്ത് മറുവാദം പറയുന്നുണ്ട്. ഇത് നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നും തൊണ്ട തൊടാതെ വിഴുങ്ങരുതെന്നാണ്. എത്ര ചെറിയ തലത്തിൽ നിൽക്കുകയാണെങ്കിലും ആ ഭക്തിയുടെ പടിയിൽ കയറുമ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കണം. മഹാദേവൻ തന്നെ ശിഷ്യന്മാരോട് പലതവണ സപ്തർഷികളോടും സനകാദികളോടും ഒക്കെ പറയുന്നുണ്ട്, ഞാൻ